നമസ്കാരം. മാധ്യമരംഗത്തേക്ക് വരാൻ അങ്ങനെ ഒരു കരിയർ സ്വപ്നം കാണുന്ന ഒരാളാണോ നിങ്ങൾ? അതെ. എങ്കിലൊരുപക്ഷേ ഇന്നത്തെ നമ്മുടെ ഈയൊരു സംസാരം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാവാം. ശരിയാണ്. നമ്മുടെ മുന്നിലിപ്പോ മാതൃഭൂമി മീഡിയ സ്കൂളിന്റെ 2025-2026 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം കോഴ്സിനെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഇരിക്കുന്നത്. ഓക്കെ. അപ്പോ പ്രിന്റ്, ബ്രോഡ്കാസ്റ്റ്, പിന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ, ഇതിനൊക്കെ അനുയോജ്യമായ രീതിയിൽ ഒരു ജേർണലിസ്റ്റിനെ തയ്യാറാക്കുകയാണ് ലക്ഷ്യമെന്നാണ് ഈ കാണുന്ന വിവരങ്ങൾ പറയുന്നത്. പ്രവേശനം തുടങ്ങിയിട്ടുണ്ട് എന്നും കാണുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാധ്യമലോകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതെ അതെ. ആ മാറ്റങ്ങൾ അത് ഉൾക്കൊണ്ട് പുതിയ ടെക്നോളജി കൂടി പഠിപ്പിക്കുന്ന ഒരുതരം സമഗ്ര പാഠ്യപദ്ധതിയാണിതിൽ കാണുന്നത്. ശരിയാണ്. വെറും തിയറി ക്ലാസുകൾ മാത്രമല്ല, പ്രായോഗിക പരിശീലനം, അതായത് പ്രാക്ടിക്കൽസിന് നല്ല പ്രാധാന്യം നൽകുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായും. എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന ഉള്ളടക്കമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം. അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങുന്നു, അല്ലേ? ഇപ്പോ ടെക്സ്റ്റ് എഡിറ്റിംഗ്, വാർത്ത കണ്ടെത്തുന്നത്, റിപ്പോർട്ടിംഗ്, അതൊക്കെ എന്തായാലും വേണമല്ലോ. വേണം. അതാണ് ബേസിക്സ്. പിന്നെ പ്രിന്റ് മീഡിയയിൽ ഇപ്പോഴും ആവശ്യമുള്ള ഒന്നാണ് ഈ പേജ് മേക്കിംഗ് അല്ലെങ്കിൽ പേജ് ഡിസൈനിങ്. അതും പഠനവിഷയമാണെന്ന് പറയുന്നു. അതെ. ആ ഒരു അടിസ്ഥാനം ഉറപ്പിക്കണം. എന്നാൽ അതിന്റെ അപ്പുറത്തേക്ക് ഇന്നത്തെ കാലത്തെ ഏറ്റവും ഡിമാൻഡുള്ള വീഡിയോ പ്രോഗ്രാമിംഗ്, എഡിറ്റിംഗ്, ഇതിനൊക്കെ നല്ല ഊന്നൽ കൊടുക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണിപ്പോ. വളരെ പ്രധാനം. കാരണം ടിവിക്ക് മാത്രമല്ല, വെബിനും സോഷ്യൽ മീഡിയയ്ക്കുമൊക്കെ വീഡിയോ വേണം. അപ്പോൾ അത് ആകർഷകമായി എങ്ങനെ ഉണ്ടാക്കാം? അതെ. സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്യാനും സ്ക്രിപ്റ്റ് എഴുതാനും പിന്നെ എഡിറ്റ് ചെയ്യാനും അങ്ങനെ ഒരു അവസരം കിട്ടുന്നു എന്നത് അതൊരു വലിയ സാധ്യതയാണ് തുറന്നു തരുന്നത്. ശരിയാണ്. വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോ ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാനുള്ള ഒരു പരിശീലനം അതും ഇതിലുണ്ടെന്ന് തോന്നുന്നു. ന്യൂസ് ആങ്കറിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഉണ്ട്. ന്യൂസ് ആങ്കറിംഗ്. ടെലിപ്രോംപ്റ്റർ ഉപയോഗിക്കാനും ക്യാമറയെ പേടിയില്ലാതെ ഫേസ് ചെയ്യാനും ഒക്കെയുള്ള ട്രെയിനിങ്. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ അത് സഹായിക്കും. അതോടൊപ്പം ഫോട്ടോ ജേർണലിസം അതുമുണ്ടല്ലേ. ഒരു ചിത്രം ചിലപ്പോൾ 1000 വാക്കുകളേക്കാൾ ശക്തമാവും. തീർച്ചയായും. അതിലെ ക്ലാസുകൾ എടുക്കുന്നത് മാതൃഭൂമിയിലെ തന്നെ സീനിയർ ഫോട്ടോ ജേർണലിസ്റ്റുകളാണ് എന്നതും ഒരു പ്രത്യേകതയാണ്. അനുഭവപരിചയം ഗുണം ചെയ്യും. അത് നല്ലൊരു പോയിന്റാണ്. പിന്നെ ഈ ഫോട്ടോ ജേർണലിസത്തിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ടു പോയാൽ ഇന്നത്തെ ട്രെൻഡായ മൊബൈൽ ജേർണലിസം, മോജോ എന്ന് പറയും. മോജോ. സ്മാർട്ട് ഫോൺ മാത്രം ഉപയോഗിച്ച് വാർത്തകളും സ്റ്റോറികളും വീഡിയോയും ഒക്കെ ചെയ്യാൻ പഠിപ്പിക്കുന്നു. അതും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. ശരിയാണ്. അതിന് നല്ല പരിശീലനം വേണം. കേരളത്തിലെ പ്രമുഖരാണ് അതിൽ ക്ലാസ് എടുക്കുന്നത് എന്നും ഈ വിവരങ്ങളിൽ കാണുന്നുണ്ട്. അതുകൂടാതെ ഷോർട്ട് ഫിലിം മേക്കിംഗ്, ഡോക്യുമെന്ററി പ്രൊഡക്ഷൻ, ഇതൊക്കെ പാഠ്യപദ്ധതിയിലുണ്ട്. അപ്പൊ ക്രിയേറ്റീവ് സൈഡിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതെ. നമ്മുടെ ആശയവിനിമയ ശേഷി കൂട്ടാൻ അതൊക്കെ സഹായിക്കും. പിന്നെ ഈ ഡിജിറ്റൽ ലോകത്ത് വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ ടാസ്കാണല്ലോ. കണ്ടന്റ് മാനേജ്മെന്റ്, പിന്നെ ഫാക്ട് ചെക്കിംഗ്, ഇതിനെക്കുറിച്ചും കോഴ്സ് വിവരങ്ങളിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് രണ്ടും ഇത്ര പ്രധാനപ്പെട്ടതാവുന്നത്? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഇന്ന് വിവരങ്ങൾ ഒരുപാടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രളയം പോലെയാണ്. ശരിയാണ്. അതിൽ നിന്ന് ശരിയായതേതാണ് തെറ്റായതേതാണ് എന്ന് തിരിച്ചറിയണം. വ്യാജവാർത്തകൾ കണ്ടെത്താനും അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനും പഠിക്കണം. അതെ, അത് അത്യാവശ്യമാണ്. അതിനുള്ള ടൂളുകൾ ഉപയോഗിച്ച് പരിശീലനം നൽകുന്നു എന്നത് ഇന്നത്തെ ഒരു ജേർണലിസ്റ്റിനു വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകളിൽ ഒന്നാണ്. തീർച്ചയായും. അതുപോലെ ഡാറ്റാ ജേർണലിസം. വലിയ ഡാറ്റാ സെറ്റുകൾ കിട്ടിയാൽ അതിനെ വിശകലനം ചെയ്ത് എങ്ങനെ വാർത്തയാക്കാം എന്നു പഠിപ്പിക്കുന്നു. അതായത് കണക്കുകൾ വെച്ചുള്ള സ്റ്റോറികൾ. അതെ. ആ കണക്കുകൾക്കുള്ളിൽ ചിലപ്പോൾ വലിയ കഥകളുണ്ടാവും. അത് കണ്ടെത്താൻ ഈ പരിശീലനം സഹായിക്കും. അപ്പോ പ്രിന്റ്, വീഡിയോ, ഡിജിറ്റൽ, ഫോട്ടോ, ഡാറ്റ, ഇതൊക്കെയായി. റേഡിയോയുടെ കാര്യം വിട്ടുപോയോ? ഇല്ലില്ല. റേഡിയോ താൽപ്പര്യമുള്ളവർക്ക് ക്ലബ് FM-ൽ പരിശീലനത്തിന് അവസരമുണ്ടെന്നും ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അതും കവർ ചെയ്യുന്നുണ്ട്. ഒരു ഏരിയയും വിടുന്നില്ല എന്ന് തോന്നുന്നു. ശരിയാണ്. ഇതിനെല്ലാം പുറമെ ഏറ്റവും പുതിയ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI. അതെ, AI. അത് ജേർണലിസത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും പഠിപ്പിക്കുന്നു. AI ഇപ്പോൾ എല്ലായിടത്തും ചർച്ചയാണല്ലോ. തീർച്ചയായും. AI എങ്ങനെ വാർത്തകൾ കണ്ടെത്താനും എഴുതാനും എന്തിന് അവതരിപ്പിക്കാൻ പോലും സഹായിക്കും എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അതും ഈ ഫീൽഡിലെ എക്സ്പേർട്സ് തന്നെ ക്ലാസ് എടുക്കുന്നു എന്നതും ഒരു വലിയ കാര്യമാണ്. ശരിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, മാറുന്ന ഈ മാധ്യമ ലോകത്തിനനുസരിച്ച് ഒരു വിദ്യാർത്ഥിയെ ഫ്യൂച്ചർ റെഡിയാക്കുക, അതാണ് ഈ കോഴ്സിന്റെ ഒരു ലക്ഷ്യം എന്ന് ഈ വിവരങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും.
അപ്പോൾ മാധ്യമ പഠനം വളരെ ഗൗരവമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വിവരങ്ങൾ എന്തായാലും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. തീർച്ചയായും. പരമ്പരാഗത ജേർണലിസം മുതൽ ഏറ്റവും പുതിയ AI വരെയുള്ള കാര്യങ്ങളിൽ, അതും പ്രായോഗിക പരിശീലനത്തോടെ പഠിപ്പിക്കുന്നൊരു കോഴ്സായാണ് മാതൃഭൂമി മീഡിയ സ്കൂളിന്റെ ഈ PG ഡിപ്ലോമയെ ഈ വിവരങ്ങൾ അവതരിപ്പിക്കുന്നത്. നമ്മൾ ഇത്രയും സംസാരിച്ചതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. ഓരോ മോഡ്യൂളിലും ഓരോ വിഷയത്തിലും പ്രാക്ടിക്കൽസിന് കൊടുക്കുന്ന ആ ഒരു ഊന്നൽ, അതെ, അതുവഴി കിട്ടുന്ന ആ സ്കിൽസ്, അത് നിങ്ങളുടെ ഭാവി കരിയറിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ. തീർച്ചയായും. അപ്പോൾ ഈ കോഴ്സിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട്, www.mathrubhumimediaschool.com. അതല്ലെങ്കിൽ ഒരു ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്, 9544038000. ഇതിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ. നമ്മളിന്ന് സംസാരിച്ച ഈ പലതരത്തിലുള്ള കഴിവുകളുണ്ടല്ലോ, ഡാറ്റ അനലൈസ് ചെയ്യാനുള്ള കഴിവ്, വീഡിയോ ചെയ്യാനുള്ള കഴിവ്, എന്തിന് AI ഉപയോഗിക്കാനുള്ള അറിവ് വരെ, ഇതൊക്കെ നേടിയ ഒരാൾക്ക് നാളത്തെ വാർത്തകൾ നമ്മൾ അറിയുന്ന രീതിയെ തന്നെ ഒരുപക്ഷെ മാറ്റിമറിക്കാൻ സാധിച്ചേക്കില്ലേ? അതൊരു സാധ്യതയാണ്. അതൊരു രസകരമായ ചിന്തയാണല്ലോ.